കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സർട്ടിഫിക്കറ്റ് എടുക്കാനായി നിധി നികേഷിനെയും കൊണ്ട് തക്കലയിലെത്തുന്നുണ്ട്. അവിടെ ബസ് ഇറങ്ങിയവൾ സാന്ദ്രയെ വിളിച്ച് എവിടേക്ക് വരണമെന്ന് ചോദിക്കുന്നുണ്ട്. നിധിയാണ് വിളിക്കുന്നതെന്നറിഞ്ഞ ഹേമ മൊബൈൽ സ്പീക്കറിലിടാനായി പറഞ്ഞ് അവളോട് വീട്ടിലോട്ട് വരാൻ പറയണമെന്ന് പറയുന്നുണ്ട്. താൻ വീട്ടിലേക്ക് വരുന്നത് അച്ഛന് ഇഷ്ടമാവില്ലല്ലോ എന്ന് നിധി ചോദിക്കുമ്പോൾ അച്ഛനും ചേട്ടനും വീട്ടിലില്ലെന്നും താനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളതെന്നും സാന്ദ്ര പറയുന്നുണ്ട്. അമ്മ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സമ്മതിച്ചോന്ന് നിധി ചോദിക്കുമ്പോൾ നിധി സർട്ടിഫിക്കറ്റിനായി വിളിച്ച കാര്യം താൻ അമ്മയെ അറിയിച്ചെന്നും അമ്മയാണ് സർട്ടിഫിക്കറ്റ് എടുത്തു തന്നതെന്നും പെട്ടെന്ന് വീട്ടിലേക്ക് വായെന്നും സർട്ടിഫിക്കറ്റ് എടുത്ത് ഉടനെ തന്നെ തിരിച്ചു പോകാമെന്നും സാന്ദ്ര പറയുന്നുണ്ട്. അത് വിശ്വസിക്കാനാവാതെ ഉറപ്പായും സർട്ടിഫിക്കറ്റ് അമ്മ തന്നെയാണോ എടുത്തു തന്നതെന്ന് നിധി വീണ്ടും ചോദിക്കുന്നുണ്ട്. നിനക്ക് ആ വീട്ടിൽ താമസിക്കാൻ കഴിയില്ലെന്നും ജോലിക്കായി ശ്രമിക്കണമെന്നും നീ പറഞ്ഞപ്പോൾ അമ്മ തന്നെയാണ് സർട്ടിഫിക്കറ്റ് എടുത്തു തന്നതെന്നും അച്ഛനും അരുണേട്ടനും ഒഫീഷ്യൽ കാര്യത്തിനായി പുറത്തേക്ക് പോയതാണെന്നും വരാൻ ലേറ്റ് ആവുമെന്നും അതിനുള്ളിൽ നിധിക്ക് സർട്ടിഫിക്കറ്റുമായി പോവാമെന്നും സാന്ദ്ര പറയുന്നത് കേൾക്കെ അത് വിശ്വസിച്ച് നിധിയും വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നുണ്ട്. നിധി കോൾ വെച്ച് കഴിയുമ്പോഴേക്കും സാന്ദ്ര ഹേമയോടായി പറയുന്നുണ്ട്, അവൾ നമ്മളെ വിശ്വസിച്ചാ വരുന്നതെന്നും നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്നും അവൾ വരട്ടെ എന്നും എല്ലാം അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ ചെയ്യുന്നതെന്നും അതോർത്ത് സാന്ദ്ര വിഷമിക്കേണ്ടെന്നും അവളെങ്ങാനും സാന്ദ്രയെ വിളിച്ചാൽ താനില്ലാതെ ആ കോൾ അറ്റൻഡ് ചെയ്തതെന്നും ഹേമ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിധിയുടെ മുഖത്തെ ടെൻഷൻ കണ്ട് എന്താ കാര്യമെന്ന് നികേഷ് ചോദിക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായി വീട്ടിലേക്ക് വരാൻ പറഞ്ഞെന്നും അമ്മയാണ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ ഹെൽപ്പ് ചെയ്തതെന്നും അവിടെ അമ്മയും സാന്ദ്രയിടത്തിയും മാത്രമേ ഉള്ളൂവെന്നും നിധി പറയുമ്പോഴേക്കും അതിനെന്താ, സ്വന്തം വീട്ടിലേക്കല്ലേ, പോയിട്ട് വരാമെന്നും അമ്മയെ കൂടി കാണാലോന്നും നികേഷ് പറയുന്നുണ്ട്. കുറച്ചു നാള് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതല്ലേ, ഉള്ളിൽ നല്ല പേടിയുണ്ടെന്ന് നിധി പറയുമ്പോൾ അത്തരം പേടിയൊന്നും വേണ്ടെന്നും അവരും ഏട്ടത്തിയമ്മയെ മിസ് ചെയ്യുന്നുണ്ടാവും, അതുകൊണ്ടാ കാണണമെന്ന് ആവശ്യപ്പെട്ടതെന്നും നികേഷും പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു ഓട്ടോയിൽ കയറി നിധിയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ സുഭാഷിന്റെ പണി സൈറ്റിൽ സുധീഷ് ആകെ ടെൻഷനോടെ ഇരിക്കുക. അവൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിനെ പണിയെടുക്കാൻ സമ്മതിക്കാതെ തന്റെ അരികിലേക്ക് വിളിച്ചിരുത്തുന്നുണ്ട്. എന്താ കാര്യമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അനിയൻ ഇങ്ങനെ ടെൻഷനോടെ ഇരിക്കുമ്പോൾ ചേട്ടൻ എങ്ങനെ ജോലി ചെയ്യാൻ തോന്നുന്നു എന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എന്ത് ടെൻഷനാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നിധി തിരികെ വരുമോ എന്ന് സുധീഷും. ഇതിപ്പോ 100ാമത്തെ തവണയല്ലേ ചോദിക്കുന്നത്, അവൾ ഉറപ്പായും വരുമെന്നും പറഞ്ഞ് താൻ ജോലി ചെയ്യട്ടെ എന്നും പറഞ്ഞ് സുഭാഷ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷ് അവനെ വീണ്ടും അവിടെ തന്നെ പിടിച്ചിരുത്തുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ചേട്ടനെ അറിയൂ. ഇപ്പൊ നടന്ന ഈ കല്യാണത്തെ അവളൊരു കല്യാണമായേ കണ്ടിട്ടില്ല. ഹോസ്റ്റലിൽ പോണം, റൂം വേണമെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ അവൾ ഒറ്റയ്ക്ക് വീട്ടിലേക്കും പോയിരിക്കുന്നു. ഞാനും കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാണെന്ന് സുധീഷ് പറയുമ്പോൾ അവൾ തന്നെയല്ലേ വരേണ്ടെന്ന് പറഞ്ഞതെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. തനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയമുണ്ടെന്നും അവളുടെ വീട്ടുകാരെല്ലാം നല്ല ആൾക്കാരല്ലെന്നും പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ സർട്ടിഫിക്കറ്റ് എടുത്തു തരുമെന്നും സുധീഷ് ചോദിക്കുന്നുണ്ട്. ജോലിക്ക് പോവാൻ സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ എടുത്തു കൊടുത്തതാണെന്ന് സുഭാഷ് പറയുമ്പോൾ തനിക്ക് നിധിയെ അത്രയധികം ഇഷ്ടമാണെന്നും അവളെ തനിക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ടെന്നും എന്തോ ചതിയിൽപ്പെടുത്തി അവളെ പിടിച്ചു വെക്കുമെന്നുള്ളൊരു ഭയം തനിക്കുണ്ടെന്നും സുധീഷ് പറയുമ്പോഴേക്കും അവളെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. സുധീഷ് അത് സമ്മതിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട പെണ്ണിനോട് ആരെങ്കിലും കള്ളം പറയുമെന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളോണ്ടാണ് കള്ളം പറയുന്നതെന്ന് സുധീഷ് പറയുമ്പോൾ പറഞ്ഞ കള്ളങ്ങൾ തന്നെ ഒരു ദിവസം നിനക്കെതിരായിടുമെന്ന് സുഭാഷും പറയുന്നുണ്ട്. അവളോടുള്ള ഇഷ്ടം തുറന്നു പറയുന്നതിന് മുന്നേ ഞങ്ങളുടെ കല്യാണം കഴിയുമെന്നും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നും താൻ വിചാരിച്ചില്ലെന്നും ഇപ്പോൾ അവൾ ഇല്ലാത്ത വീട്ടിലേക്ക് പോവാനായി തോന്നുന്നില്ലെന്നും അവൾ നമ്മുടെ വീട്ടിൽ താമസിച്ചാൽ മാത്രമേ അവൾക്കും എന്നോട് ഇഷ്ടം തോന്നുകയുള്ളൂവെന്നും അവളുടെ വീട്ടുകാർ അവളെ സെന്റിമെന്റ്സ് അടിച്ച് അവിടെ തന്നെ പിടിച്ചു നിർത്തുമോ എന്നും സുധീഷ് തന്റെ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതൊന്നും നടക്കില്ലെന്നും അവൾക്ക് തിരുവനന്തപുരത്ത് ജോലി ചെയ്യാനല്ലേ ഇഷ്ടമെന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി അവൾ ഉടനെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്നും അവളൊരു നല്ല പെൺകുട്ടിയാണെന്നും വരുമെന്ന് പറഞ്ഞാൽ വരുമെന്നും നമ്മുടെ വീട് തന്നെ ഒരു വീടായത് അവൾ വന്നതിന് ശേഷമാണെന്നും അവൾ നല്ല മനസ്സിനുടമയാണെന്നും തിരിച്ചു വരുമെന്നും പറഞ്ഞ് സുഭാഷ് സുധീഷിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ നിധി നികേഷിനെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും സിറ്റ് ഔട്ടിൽ തന്നെ സാന്ദ്രയും ഹേമയും കാത്തിരിപ്പുണ്ട്. അവളെ കാണേ സാന്ദ്ര അവളുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും സാന്ദ്രയുടെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നും തനിക്ക് പേടിയാവുന്നുണ്ടെന്നും നിധി പറയുമ്പോൾ ഇത് നിധിയുടെ വീടല്ലേ, എന്തിനാ പേടിക്കുന്നതെന്ന് ചോദിച്ച് സാന്ദ്ര അവളെ ഹേമയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവളുടെ മുഖത്ത് പോലും നോക്കാതെ ദേഷ്യത്തോടെ ഒരു ഇരിപ്പാണ് ഹേമയും. നിധി അമ്മ എന്ന് വിളിക്കുമ്പോഴേക്കും ഹേമയും അവിടെ എണീറ്റ് ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് കൂടെയുള്ള നികേഷിനെ അവർ കാണുന്നത്. അവൻ ആരാണെന്ന് ഹേമ ചോദിക്കുമ്പോൾ അത് സുധീഷിന്റെ അനിയനാണെന്ന് നിധിയും. അവനോട് ഗേറ്റിന് പുറത്ത് നിൽക്കാൻ പറയുന്ന ഹേമ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും നിധിയും വല്ലാതാവുന്നുണ്ട്. അത് കേട്ടോണ്ടെന്ന് നികേഷും
അത് കുഴപ്പമില്ല, താൻ പുറത്തു നിൽക്കാമെന്ന് പറഞ്ഞ് അവിടുന്ന് ഗേറ്റിന് വെളിയിലേക്ക് പോകുന്നുണ്ട്. ഹേമ അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും സാന്ദ്രയും നിധിയെയും കൂട്ടി വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. നിധി ഡൈനിങ് ഹാളിൽ എത്തുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന രാജീവിനെയും അരുണിനെയും കണ്ട് സാന്ദ്ര തന്നോട് ചെയ്ത ചതി അവൾ മനസ്സിലാക്കുന്നുണ്ട്. അവൾ പേടിയോടെയും ടെൻഷനോടെയും രാജീവിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന് അച്ഛന്റെ ആരോഗ്യം ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. രാജീവ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോഴേക്കും താൻ അച്ഛനെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നുവെന്നും ആരും തന്നെ കാണാൻ സമ്മതിച്ചില്ലെന്നും താൻ ചെയ്തത് തെറ്റു തന്നെയാണെന്നും അതിനെ മാപ്പ് തരണമെന്നും അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യുമെന്നും താൻ കരുതിയില്ലെന്നും നിധി പറയുമ്പോഴേക്കും അവൾ പോയതിനു ശേഷം അച്ഛൻ അപമാന ഭാരത്താൽ പുറത്തിറങ്ങിയിട്ടില്ലെന്നും വീട്ടിനുള്ളിൽ അടച്ചിരിപ്പാണെന്നും ഒറ്റ ദിവസം കൊണ്ട് എല്ലാം തകർത്തല്ലോ എന്നും അവളെ കുറ്റപ്പെടുത്തുമ്പോൾ തനിക്ക് വേറെ വഴിയില്ലായിരുന്നുവെന്നും സൂര്യയുമായുള്ള കല്യാണം ഇഷ്ടമല്ലെന്ന് താൻ എത്ര തവണ പറഞ്ഞെന്നും ആരെങ്കിലും കേട്ടോ എന്നും ഇങ്ങനെ ഇപ്പോ ഈ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്നോ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുമെന്നോ ഞാൻ വിചാരിച്ചില്ലെന്നോ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നെന്നും പറഞ്ഞ് താൻ ചെയ്ത തെറ്റിനെല്ലാം നിധി സോറി പറയുന്നുണ്ട്. അത് കേൾക്കെ അരുണും ദേഷ്യത്തോടെ ഇപ്പോൾ സർട്ടിഫിക്കറ്റിന് വേണ്ടി മാത്രമായല്ലേ ഇങ്ങോട്ട് വന്നത്? നീ ഞങ്ങളെ പറ്റിയോ അച്ഛനെ പറ്റിയോ ആലോചിച്ചതേ ഇല്ല. അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും അവിടെ റിസപ്ഷനും കല്യാണവും നടത്തിയില്ലേ നിങ്ങൾ? അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലാന്ന് നിങ്ങൾ വിചാരിച്ചോ? എല്ലാം ഞങ്ങൾക്കറിയാം. അച്ഛനും അത് കണ്ടു. അദ്ദേഹം എത്ര വേദനിച്ചെന്നറിയോ എന്നരുൺ ചോദിക്കുമ്പോഴേക്കും ആ കുടുംബം ഒരു നല്ല കുടുംബമല്ലെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ കണ്ടുപിടിച്ച പയ്യനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീട്ടിൽ പോയി താമസിക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയെന്നും ഹേമ ചോദിക്കുമ്പോൾ തനിക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നുവെന്നും തനിക്ക് ആ സമയത്ത് വേറെ വഴിയൊന്നും തോന്നിയില്ലെന്നും നിധി കരച്ചിലോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ ദേഷ്യത്തോടെ ഹേമയും എന്ത് വഴി തെളിഞ്ഞില്ലെന്നാ നീ പറയുന്നത്? അന്നച്ഛൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്റെ കാല് പിടിച്ചതല്ലേ? അന്നേ നിനക്ക് വീട്ടിലേക്ക് വരാമായിരുന്നില്ലേ? അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്നൊരു നല്ല ജീവിതം നിനക്കുണ്ടായേനെ എന്ന് ഹേമ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് കൊണ്ടാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം കഴിക്കണമെന്നൊരു തീരുമാനമെടുത്തതെന്ന് നിധിയും പറയുന്നുണ്ട്. എല്ലാവരോടും എത്ര തവണ ഞാൻ പറഞ്ഞു, ആരും എന്നെ കേൾക്കാൻ കൂടി തയ്യാറായില്ല. ഇപ്പൊ തന്നെ ഞാൻ തിരുവനന്തപുരത്തെ ഒരു ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എന്റെ കയ്യിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ജോലിയും ലഭിക്കില്ല. അതിനാണ് ഞാൻ സാന്ദ്ര ഇടത്തിയെ വിളിച്ച് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഞാനൊരു ജോലി ചെയ്യും. ജോലി ചെയ്ത് വലിയൊരു നിലയിലെത്തണമെന്നതാണ് എൻ്റെ ആഗ്രഹമെന്ന് ഞാൻ അച്ഛനോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അത് തന്നെയാ പറയുന്നത്. എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഒരു നല്ല ജോലി നേടണമെന്ന് നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും അവൾ ഇനി ഒരു ജോലിക്കും പോകണ്ടെന്നും ഈ വീട്ടിൽ സന്തോഷമായി ഇരിക്കെന്നും പറയുന്നുണ്ട്. അത് കേൾക്കെ ഞെട്ടലോടെ തനിക്ക് ജോലിക്ക് പോകണമെന്നും അതിനുള്ള സർട്ടിഫിക്കറ്റ് എടുക്കാനാ താൻ ഇങ്ങോട്ട് വന്നതെന്നും അമ്മ എന്താ ഇങ്ങനെ പറയുന്നതെന്നും നിധി ചോദിക്കുന്നുണ്ട്. അങ്ങനെ 5 ആണുങ്ങൾ മാത്രമുള്ള ഒരു മോശപ്പെട്ട വീട്ടിൽ താമസിച്ച് അവൾ ജോലിക്ക് പോവേണ്ടെന്നും ഇവിടെ തന്നെ താമസിക്കെന്നും അതൊരു നല്ല വീടല്ലെന്നും ഞങ്ങളെല്ലാം മറന്ന് നിന്നോട് ക്ഷമിക്കാമെന്നും സുധീഷുമായി നടന്ന കല്യാണം ഒരു കല്യാണമായി കണക്കാക്കേണ്ടെന്നും എല്ലാം ഒഴിവാക്കി വിട്ടുപോന്ന് ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കെന്നും ഹേമ പറയുന്നുണ്ട്. താൻ കല്യാണത്തെ പറ്റിയല്ല പറയുന്നതെന്നും തനിക്കൊരു ജോലി വേണമെന്നും തനിക്ക് ജോലിയാണ് പ്രധാനമെന്നും ഇന്നിങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം അതാണെന്നും അതൊന്നും വിട്ട് തനിക്ക് ഇങ്ങോട്ട് വരാൻ കഴിയില്ലെന്നും നിധി തീർത്തു പറയുന്നുണ്ട്. അത് കേട്ട രാജീവും നിനക്ക് ജോലിക്ക് പോവാനല്ല ഇഷ്ടം, തിരുവനന്തപുരത്ത് ജോലിക്ക് പോവേണ്ട, ഇവിടെ താമസിക്കേ. നിനക്കൊരു ജോലി ഞാൻ തന്നെ റെഡിയാക്കി തരാമെന്നും പക്ഷേ ഉടനെ നടക്കില്ലെന്നും രാജീവ് പറയുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരേണ്ടെന്നും ഞാൻ തന്നെ ചെയ്തു കൊള്ളാമെന്നും എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതിയെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ ദേഷ്യത്തോടെ ഇവിടെ നിന്ന് പോവാൻ പറ്റില്ലെന്നും ഇനി മുതൽ നീ ഇവിടെ താമസിക്കണമെന്നും രാജീവും തൻ്റെ തീരുമാനം അറിയിക്കുമ്പോഴേക്കും നിധി പരിഭ്രമത്തോടെ സാന്ദ്രയെ നോക്കുന്നുണ്ട്. തനിക്കിതൊന്നും അറിയില്ലെന്ന് സാന്ദ്രയും അവളോട് പറയുമ്പോഴേക്കും ഹേമയും അവളോടായി പറയുന്നുണ്ട്. അവൾ ചെയ്ത തെറ്റെല്ലാം ക്ഷമിക്കാമെന്നും അവൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാമെന്നും ഈ കല്യാണം നടന്നതും തിരുവനന്തപുരത്തേക്ക് പോയതുമെല്ലാം ഒരു ചീത്ത സ്വപ്നമായി മറക്കണമെന്നും ഇനി നീ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ തീരുമാനിക്കുമെന്നും അച്ഛനെ അനുസരിക്കണമെന്നും ഇനി ഈ വീട്ടിൽ നിന്ന് പോവാൻ പാടില്ലെന്നും ഹേമ പറയുമ്പോഴേക്കും തനിക്ക് തൻ്റെ സർട്ടിഫിക്കറ്റ് വേണമെന്നും തിരിച്ചു പോകണമെന്നും നിധിയും തീർത്തു പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് തരാൻ കഴിയില്ലെന്നും വീട് വിട്ട് പോവരുതെന്നും അരുണും ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും താൻ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായി വന്നതാണെന്നും ഇവിടെ താമസിക്കാൻ വന്നതല്ലെന്നും നിങ്ങൾ എല്ലാവരും കൂടി പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ടെന്നും നിധി പറയുന്നുണ്ട്. ഞങ്ങളെ കാണുന്നതും സംസാരിക്കുന്നതുമെല്ലാം നിനക്ക് പേടിയാണിപ്പോ. സുധീഷിന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ പേടിയൊന്നുമില്ലെന്ന് അരുണും ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും സങ്കടത്തോടെ അവളോടായി പറയുന്നുണ്ട്. അങ്ങനെ ഒരു മോശം വീട്ടിലാണ് നീ താമസിക്കുന്നതെന്നറിഞ്ഞ് ഓരോ ദിവസവും പേടിച്ചാണ് ഞാനിവിടെ കഴിഞ്ഞിരുന്നതെന്നും ഇനിയും നിന്നെ ആ നരകത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് ഭ്രാന്താണോ എന്നും ഇവിടെ നിന്നിനി പോവാൻ പറ്റില്ലെന്നും വീട്ടിലേക്ക് കയറിപ്പോയെന്നും ഹേമയും പറയുന്നുണ്ട്. തനിക്കിവിടെ താമസിക്കാൻ പേടിയാണെന്ന് നിധി പറയുമ്പോഴേക്കും കണ്ടില്ലേ അച്ഛാ, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവൾക്കിപ്പോഴും ആ കുടുംബമാണ് പ്രധാനം എന്നരുണും പറയുന്നുണ്ട്. അപ്പോഴേക്കും ഹേമയും പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ നോക്ക്, മരിച്ച് ജീവിച്ച് വന്നിരിക്കുക.
അദ്ദേഹം ജീവനോടെ ഇരിക്കണമെന്ന് ആഗ്രഹമില്ലേ നിനക്കെന്ന്? നിന്നെ ഓർത്ത് ഞങ്ങൾ ഓരോ ദിവസവും ഉരുകി തീരണോ? ചെയ്ത തെറ്റെല്ലാം ക്ഷമിക്കാമെന്നും നീ ഞങ്ങളുടെ കൂടെ തന്നെ ഇരിക്കണമെന്നും ഇപ്പൊ നിനക്ക് ആ വീടാണോ പ്രധാനമെന്നും ഹേമ ചോദിക്കുമ്പോൾ ആ വീടാണ് പ്രധാനമെന്ന് ഞാൻ പറഞ്ഞില്ലെന്നും തനിക്ക് തന്റെ സർട്ടിഫിക്കറ്റാണ് പ്രധാനമെന്നും അത് കിട്ടിയാ താൻ ഇവിടുന്ന് പോയിക്കോളാമെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ ഹേമയും ദേഷ്യത്തോടെ രാജീവിനോടായി. ഇവൾ കണ്ടോ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ രാജീവും അവളുടെ അടുത്തേക്ക് ചെന്ന് അന്നെന്റെ വാക്ക് ധിക്കരിച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്നു കഴിഞ്ഞപ്പോഴേ നിന്നെ ഞാൻ ഒഴിവാക്കിയതാണെന്നും നിന്നോട് ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നിന്റെ അമ്മയുടെ സങ്കടം കണ്ടിട്ടാണെന്നും നീ ചെയ്തത് വലിയ തെറ്റാണെങ്കിലും ഞങ്ങൾ നിന്നോട് ക്ഷമിക്കാമെന്നും നീ ചെയ്ത തെറ്റു തിരുത്താൻ ഒരവസരം തരാമെന്നും നിന്റെ കഴുത്തിൽ കിടക്കുന്ന താലി വലിച്ചെറിഞ്ഞിട്ട് വായെന്നും നീ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അതുപോലെ തന്നെ തിരിച്ചു കയറി വന്നതാണെന്ന് ഞങ്ങൾ വിചാരിച്ചോളാമെന്നും നിന്നെ കൊണ്ട് ഒറ്റ ദിവസം കല്യാണം നടത്താമെങ്കിൽ അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയുമെന്നും രാജീവ് പറയുമ്പോഴേക്കും സൂര്യ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ടെന്നും പിന്നെ അവൻ ഓസ്ട്രേലിയയിൽ പോയിട്ടില്ലെന്നും അരുണും പറയുന്നുണ്ട്. അത് കേൾക്കെ നിധി പരിഭ്രമത്തോടെ നിൽക്കുന്ന കണ്ട് രാജീവ് ദേഷ്യത്തോടെ അരുണിനെ നോക്കുന്നുണ്ട്. പരിഭ്രമത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നതെല്ലാം കേട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട്. ഞാനിപ്പോ വന്നത് എന്റെ സർട്ടിഫിക്കറ്റിനാ, അതെനിക്ക് വേണം. എനിക്ക് വേണ്ടി വേറൊന്നും നിങ്ങൾ ചെയ്തു തരേണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും നിനക്ക് ആ ഡ്രൈവറാ പ്രധാനം അല്ലേ? അവനിൽ നീ എന്ത് ഗുണമാ കണ്ടത്? അതൊക്കെ ഒരു കുടുംബമാണോ? നിന്നെ പോലെയുള്ളവൾക്ക് ജീവിക്കാൻ പറ്റിയ ഒരു വീടാണോ അത്? അവിടേക്ക് തന്നെ പോണമെന്ന് വാശി പിടിക്കുന്നത് എന്തിനാ? മര്യാദയ്ക്ക് ഇവിടെ താമസിച്ചോന്ന് അരുൺ ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഹേമയും കരച്ചിലോടെ അമ്മ പറയുന്നത് കേൾക്കുന്നിധി, നിനക്ക് ഞങ്ങളുണ്ടെന്നും നിന്നെ ഇനി ഞങ്ങൾ നോക്കിക്കോളാമെന്നും ഇപ്പൊ നീ തിരിച്ചു വന്നു കരുതി നിന്റെ അച്ഛനുണ്ടായ അപമാനം മാറില്ലെന്നും ഇറങ്ങിപ്പോയ പെണ്ണിനെ വീണ്ടും വിളിച്ചു കൊണ്ടുവന്ന് താമസിപ്പിച്ചുവെന്ന് അവർ കളിയാക്കി പറയും. അതൊന്നും പ്രശ്നമല്ല, ആ അപമാനം കൂടി നിനക്ക് വേണ്ടി ഞങ്ങൾ സഹിച്ചോളാം. എല്ലാത്തിലും വലുത് നീയാണെന്നും അങ്ങനെ ഒരു വീട്ടിൽ നീ കഴിയുന്നതോർത്ത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നും അമ്മ പറയുന്നത് കേൾക്ക്. ഈ ജോലിയോ സർട്ടിഫിക്കറ്റോ ഒന്നും വേണ്ട. ഇനി മുതൽ നീ ഈ വീട് വിട്ട് എവിടെയും പോവുകയും വേണ്ട. അച്ഛൻ പറഞ്ഞ പോലെ അച്ഛൻ നിനക്ക് ഡൈവോഴ്സ് വാങ്ങിത്തരും. ഇനി നീ ഈ വീട്ടിൽ താമസിച്ചാൽ മതിയെന്ന് ഹേമയും കരച്ചിലോടെ പറയുന്നുണ്ട്. എല്ലാവരും നിധിയുടെ മനസ്സുമാറ്റാൻ ശ്രമിക്കുമ്പോഴും നികേഷ് അവിടെ ഗേറ്റിന് പുറത്ത് നിധിയെയും കാത്തു നിൽപ്പാ. ടെൻഷനോടെ നടക്കുന്ന സുധീഷും നികേഷിനെ മൊബൈലിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? നിങ്ങൾ പോയിട്ട് കുറെ സമയമായല്ലോ, സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിയോ? നിധി നിന്റെ കൂടെയുണ്ടോന്ന് സുധീഷ് ചോദിക്കുമ്പോ ഏട്ടത്തിയമ്മ തന്റെ കൂടെയില്ലെന്നും വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നും നികേഷ് പറയുന്നുണ്ട്. അപ്പോൾ നീ എവിടെയാ നിൽക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ താൻ ഗേറ്റിന് പുറത്താണെന്ന് നികേഷും. സുധീഷ് അതിന് വഴക്ക് പറയുമ്പോഴേക്കും നികേഷ് നടന്ന കാര്യങ്ങളെല്ലാം അവനെ അറിയിക്കുന്നുണ്ട്. എല്ലാം കേട്ട സുധീഷും എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നും അവിടെ എന്തെങ്കിലും ബഹളം കേൾക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കാനായി നികേഷിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും സുധീഷ് അവനോട് അവിടെ എന്തെങ്കിലും ബഹളം നടക്കുന്നുണ്ടോന്ന് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ അതറിയാൻ പറ്റില്ലെന്നും സുധീഷ് ഏട്ടൻ ടെൻഷൻ ആവേണ്ടെന്നും ഏട്ടത്തിയമ്മ എത്തിയ ഉടനെ തന്നെ താൻ അങ്ങോട്ട് വിളിക്കാമെന്നും പറഞ്ഞ് നികേഷും കോൾ വെക്കുന്നുണ്ട്. ഇവരോടിനി പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ നിധി, നിങ്ങളെ പറ്റിയൊന്നും ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ലെന്നും ഏത് കാര്യം കൊണ്ടാ താൻ ഈ വീട് വിട്ടിറങ്ങിയതെന്ന് അറിയില്ലേ എന്നും ഇപ്പോഴും സൂര്യ ഇവിടെ തന്നെ ഉണ്ടെന്നും ഓസ്ട്രേലിയയിലേക്ക് തിരികെ പോയില്ലെന്നും അരുണേട്ടൻ പറയുന്നത് എന്തർത്ഥത്തിലാ? ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്തു പറയണമെന്ന് എനിക്കറിയില്ലെന്ന് നിധി പറയുന്നുണ്ട്. അതുകൾക്ക് ദേഷ്യത്തോടെ രാജീവും ചോദിക്കുന്നുണ്ട്, സൂര്യയെ ഇഷ്ടമില്ലാത്തോട്ട് മാത്രമാണോ നീ പോയത്? ആ ഡ്രൈവറോട് ഇഷ്ടമുണ്ടായിരുന്നുണ്ടല്ലേ നീ ഈ വീട് വിട്ടു പോയതെന്ന്. അതുകൾക്ക് നിധിയും പറയുന്നുണ്ട്, ഞാനത് അങ്ങനെയല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നുമില്ല. എനിക്കെന്റെ സർട്ടിഫിക്കറ്റും ID-യും തിരിച്ചു തരണം. എനിക്ക് വേണ്ടി ഇതെങ്കിലും ചെയ്യൂ പ്ലീസ് എന്ന് നിധി കൈകൂപ്പുമ്പോഴേക്കും രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ നീ എന്നെ അപമാനിക്കുന്നതെന്ന് രാജീവ് പറയുന്നുണ്ട്. അന്നൊരു തവണ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നീ എന്നെ അപമാനിച്ചു. ഇപ്പോൾ എല്ലാം മറന്ന് നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായ എന്നെ നീ വീണ്ടും അപമാനിച്ചു എന്ന് രാജീവ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും ഹേമ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് നിധിയുടെ അടുത്തേക്ക് ചെന്ന് ഇവൾ നമ്മളുടെ മകളാണെന്നും ഇവളിനി എവിടെയും പോകുന്നില്ലെന്നും നമ്മുടെ കൂടെ തന്നെ താമസിക്കുമെന്നും ഞാൻ പറഞ്ഞ അവൾ അനുസരിക്കുമെന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ ചേർത്ത് പിടിക്കുമ്പോഴേക്കും നിധി ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് തനിക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. സൂര്യയുമായുള്ള കല്യാണക്കാര്യം തീരുമാനിച്ചത് തൊട്ടേ നിങ്ങളെ എല്ലാവരെയും എനിക്ക് പേടിയാണെന്നും നിങ്ങൾ ഇപ്പോൾ ഈ പറയുന്നതും നടക്കുന്നതുമെല്ലാം എനിക്ക് തീരെ പിടിക്കുന്നില്ലെന്നും ഞാൻ ഇവിടെ നിൽക്കില്ലെന്നും അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിച്ചില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമേ ഇല്ലെന്നും എന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെയാണ് ഉള്ളതെന്നും താനത് കഷ്ടപ്പെട്ട് പഠിച്ചു വാങ്ങിയതാണെന്നും അതെനിക്ക് തന്ന താൻ ഇവിടുന്ന് പോയിക്കോളാമെന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ രാജീവും അവൾക്ക് അവസാനമായി ഒരവസരം കൂടി കൊടുക്കാമെന്നും അവൾക്ക് ഡിവോഴ്സ് വാങ്ങി തരേണ്ടത് തന്റെ കടമയാണെന്നും
അതിനു പകരം അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കണമെന്നും അവളുടെ ജീവിതത്തിൽ എന്താണ് നല്ലതെന്നും എന്താണ് തെറ്റെന്നും ഞങ്ങൾക്കറിയുമെന്നും രാജീവ് പറയുമ്പോഴേക്കും അതറിഞ്ഞിട്ടാണോ സൂര്യയെപ്പോലുള്ള ഒരാളെ കൊണ്ട് തന്നെ കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നത് കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കാനല്ല. ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ആ പഠിപ്പ് വെച്ച് നല്ലൊരു ജോലിയും നേടും. ജോലി എനിക്ക് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാത്തതല്ലോ. ദയവ് ചെയ്ത് എന്റെ സർട്ടിഫിക്കറ്റ് തരണമെന്നും അതിനുശേഷം ഈ വീട്ടിലേക്ക് വരണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ലെന്നും നിങ്ങളുടെ കൺമുന്നിൽ പോലും ഞാൻ വരില്ലെന്നും തനിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നും നിധി പറയുമ്പോഴേക്കും രാജീവ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് അരുണിനോടായി അവളുടെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുത്തുകൊണ്ടുവരാനായി പറയുന്നുണ്ട്. അരുൺ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുമ്പോഴേക്കും ഹേമ വീണ്ടും അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അരുൺ സർട്ടിഫിക്കറ്റുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. അവൾ അരുണിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അരുൺ അത് അവൾക്ക് നൽകാതെ രാജീവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അവൾ രാജീവിന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിനായി അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും അവൾക്ക് 2 ഓപ്ഷൻ കൊടുക്കാമെന്ന് രാജീവ് പറയുന്നുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇവിടെ തന്നെ ജീവിക്കണമെന്നും അല്ലാതെ ആ ഡ്രൈവറുടെ ഒപ്പം പോയി ജീവിക്കാനാണ് തീരുമാനമെങ്കിൽ സർട്ടിഫിക്കറ്റ് തരില്ലെന്നും രാജീവ് തീർത്തു പറയുന്നുണ്ട്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ താൻ തിരുവനന്തപുരത്ത് പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ നിധി രാജീവിന്റെ കാല് പിടിച്ച് സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുന്നുണ്ടെങ്കിലും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടെന്ന് ഹേമയും തീർത്തു പറയുന്നുണ്ട്. രാജീവ് വീണ്ടും തന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചുനിന്ന് 10 വരെ എണ്ണുമ്പോഴേക്കും ഒരു തീരുമാനം അറിയിക്കണമെന്ന് നിധിയോടായി പറയുന്നുണ്ട്. രാജീവ് എണ്ണി തുടങ്ങുമ്പോഴേക്കും നിധി അമ്മ ഹേമയോടും അരുണിനോടുമെല്ലാം സർട്ടിഫിക്കറ്റ് തരാനായി അഭ്യർത്ഥിക്കുന്നുണ്ട്. രാജീവ് 10 വരെ എണ്ണിക്കഴിഞ്ഞ് നിധിയുടെ തീരുമാനം ചോദിക്കുമ്പോഴേക്കും തനിക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്നും തിരിച്ചു പോകണമെന്നും താൻ പറയുന്നത് അവർക്ക് പിന്നീട് മനസ്സിലാവുമെന്നും അന്ന് അവർ തന്നെ തേടി വരുമെന്നും ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് തൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും പറഞ്ഞ് നിധി കരഞ്ഞുകൊണ്ട് അഭ്യർത്ഥിക്കുന്നുണ്ടെങ്കിലും രാജീവ് അതൊന്നും കാര്യമാക്കാതെ അകത്തുപോയി ലൈറ്റർ എടുത്തുകൊണ്ട് വന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് അവളുടെ കൺമുന്നിൽ വെച്ച് തീ കൊളുത്തുന്നുണ്ട്. അത് കണ്ട് നിധിയും സർവ്വതും നഷ്ടപ്പെട്ടവളെ പോലെ അലറി വിളിച്ച് ആ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രാജീവ് അതിന് സമ്മതിക്കാതെ അവളെ പിടിച്ചു വലിക്കുന്നുണ്ട്. നിധി സങ്കടത്തോടെ പൊട്ടിക്കരയുമ്പോഴേക്കും ആ സർട്ടിഫിക്കറ്റും കത്തിത്തീരുന്നുണ്ട്. ആകെ തകർന്നുപോയ നിധിയെ ഹേമയും അരുണും കൂടി വീടിനുള്ളിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അവരെ തള്ളിമാറ്റി രാജീവിന്റെ മുന്നിലേക്ക് നടന്നെടുക്കുന്നുണ്ട്. ദേഷ്യത്തോടെ അവൾ രാജീവിനോടായി പറയുന്നുണ്ട്, ഞാൻ മരിച്ചുപോയെന്ന് നിങ്ങൾ പലതവണ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ നിങ്ങൾക്ക് പറയാനാവില്ല. ഇനി എനിക്ക് അച്ഛനോ അമ്മയോ ചേട്ടനോ ആരുമില്ല. സ്വന്തമോ ബന്ധമോ ഇല്ലാത്ത ഒരാളാണ് ഞാനെന്ന് പറഞ്ഞ് അവൾ ആ കത്തിക്കരിഞ്ഞ സർട്ടിഫിക്കറ്റിന്റെ കഷ്ണമെടുത്തോണ്ട് എത്ര തവണ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചു ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ്. ഇതെന്നെ കൊണ്ട് ക്ഷമിക്കാൻ കഴിയില്ല. ഞാൻ പഠനത്തിന് എന്തുമാത്രം പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഈ സർട്ടിഫിക്കറ്റ് വെച്ച് ഞാൻ നല്ലൊരു ജോലി നേടിയെടുക്കുമെന്നും നിങ്ങൾക്കറിയാം. എന്നിട്ടും കുറച്ചുകൂടി മനസാക്ഷിയില്ലാതെ എന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്റെ കൺമുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ തീ കൊളുത്തിയില്ലേ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്നോടൊരു ഇത്തിരി സ്നേഹം പോലും ഇല്ലല്ലേ? ഞാനിവിടെ താമസിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാ. ഇന്ന് നിങ്ങൾ ചെയ്ത ഈ കാര്യം ഞാൻ മരിക്കുവോളം മറക്കില്ല. ഇതെന്റെ മനസ്സിൽ നിന്ന് പോവുകയില്ല. ഞാൻ പോവുകയാ. ഇനി ഞാൻ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞ് നിധി പോവാൻ തുടങ്ങുമ്പോഴേക്കും നിന്നെ ആരാധിനിവിടുന്ന് പറഞ്ഞയക്കാൻ പോകുന്നെന്ന് ഹേമയും ചോദിക്കുന്നുണ്ട്. നിധിയും ദേഷ്യത്തോടെ എന്നെ തടഞ്ഞു വെക്കാൻ നിങ്ങൾ ആരാ? തിരുവനന്തപുരത്തുനിന്ന് തനിച്ചു വന്ന എനിക്ക് ഇവിടെ നിന്ന് പോവാൻ അറിയില്ലേ എന്നവൾ ചോദിക്കുമ്പോഴേക്കും നിന്റെ സർട്ടിഫിക്കറ്റും പ്രൂഫുമെല്ലാം എരിഞ്ഞു ചാമ്പലായില്ലേ? ഇനി തിരുവനന്തപുരത്ത് പോയി നീ എന്തു ചെയ്യുമെന്ന് അരുണും ചോദിക്കുന്നുണ്ട്. എന്താ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഈ നിമിഷം ഞാൻ എല്ലാവരോടുമായി പറയുകയാ, സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ കരുതിയത്? ഉടനെ തന്നെ ഞാനൊരു വലിയ കമ്പനിയിൽ ജോലിക്ക് ചേർന്ന് നല്ല നിലയിൽ ജീവിക്കും. ഈ ലോകത്തിൽ അച്ഛനാലും അമ്മയാലും വെറുക്കപ്പെട്ടതും ഒതുക്കപ്പെട്ടതുമായ എല്ലാ പെണ്ണുങ്ങൾക്കും വേണ്ടി ഞാനൊരു മാതൃകയായി ജീവിച്ചു കാണിച്ചു കൊടുക്കും. ചെയ്ത തെറ്റോർത്ത് പശ്ചാത്തപിച്ച് ഒരു നാൾ നിങ്ങളെല്ലാവരും എന്നെ തേടി വരും എന്നൊക്കെ നിധി പറയുമ്പോഴേക്കും നിന്റെ ആഗ്രഹം കൊള്ളാം. ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടോ? എന്താ ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒപ്പിക്കുമെന്ന് അരുൺ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്താലും നിങ്ങൾക്ക് എന്താന്ന് നിധി ചോദിക്കുമ്പോ നിന്നെ ഇത്രയും കാലം പഠിപ്പിച്ചത് അച്ഛനല്ലേ? അത്രയ്ക്കും ദേഷ്യമുണ്ടെങ്കിൽ അദ്ദേഹം പഠിപ്പിച്ചത് യൂസ് ചെയ്യാതെ ഒഴിഞ്ഞു മാറിപ്പോ. ഞങ്ങളെ വേണ്ടാതെ ഞങ്ങളുടെ പഠിപ്പ് വേണോ നിനക്ക് എന്നരുൺ ചോദിക്കുമ്പോഴേക്കും മക്കളെ പഠിപ്പിക്കുന്നത് അച്ഛനമ്മമാരുടെ കടമയാണെന്നും എന്റെ എഡ്യൂക്കേഷൻ ഞാൻ യൂസ് ചെയ്യുമെന്നും പഠിപ്പിക്കാൻ വിട്ടതവരാണെങ്കിലും പഠിച്ചത് ഞാനല്ലേ എന്നും അതുപയോഗിച്ച് ഞാൻ ജോലി നേടുക തന്നെ ചെയ്യുമെന്നും അച്ഛന്റെ ബിസിനസ് അരുണേട്ടനെ യൂസ് ചെയ്യാമെങ്കിൽ അച്ഛൻ തന്ന എഡ്യൂക്കേഷൻ യൂസ് ചെയ്യാൻ എനിക്കും അവകാശമില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. അത് കേട്ട അരുണും അവൾ സ്വത്തിൽ പങ്കു ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തും മണ്ണുമൊന്നും എനിക്ക് വേണ്ടെന്നും അത് വേണമെന്നുണ്ടെങ്കിൽ താൻ ഇവിടെ ജീവിക്കുമെന്നും നിങ്ങളും വേണ്ട സ്വത്തും വേണ്ടെന്ന് വിചാരിച്ച താൻ ഈ വീട് വിട്ടു പോകുന്നതെന്നും നിധി പറയുന്നുണ്ട്. നീ തെറ്റായ തീരുമാനമാണ് എടുക്കുന്നതെന്ന് രാജീവ് അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും താൻ ശരിയായ തീരുമാനം തന്നെയാണ് എടുക്കുന്നതെന്നും ഇപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി നിന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നിൽക്കാൻ കഴിയില്ലെന്നും ഇത്രയും ദിവസം വീട് വിട്ടു പോയതിലുള്ള
കുറ്റബോധം ഉണ്ടായിരുന്നുവെന്നും നിങ്ങൾക്ക് അപമാനമുണ്ടാക്കിയതോർത്ത് സങ്കടപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ തന്റെ മനസ്സിൽ അങ്ങനെ ഒരു കുറ്റബോധമില്ലെന്നും ഒരു ന്യായവുമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്തതെല്ലാം ശരി തന്നെയാണെന്ന് നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ ദേഷ്യത്തോടെ വായടക്കിടെന്നും പറഞ്ഞ് ഹേമ അവളെ അടിക്കാനായി കൈ ഉയർത്തുന്നുണ്ടെങ്കിൽ അവൾ അവരുടെ കൈ തടഞ്ഞോണ്ട് നിങ്ങൾ ഇനി എന്നോടൊന്നും പറയരുതെന്ന് പറയുന്നുണ്ട്. നിങ്ങളെ എത്രമാത്രം വിശ്വസിച്ചാ ഞാൻ എവിടേക്ക് വന്നതെന്നറിയാമോ? നിങ്ങളും അച്ഛന് കൂട്ടുനിന്ന് എന്നെ ചതിച്ചില്ലെന്ന് നിധി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടുമായി നിധി പറയുന്നുണ്ട്, എന്നെ കുറിച്ച് പറയുന്ന ഈ നാവ് കൊണ്ട് തന്നെ ഒരു ദിവസം നിങ്ങൾ ഇത് മാറ്റി പറയും. എന്റെ നല്ല ജീവിതം കണ്ട് എല്ലാവരും എന്നെ തേടി വരും. അതുവരെയും ഈ തക്കലയിൽ ഞാൻ കാലുകുത്തില്ല. ഗുഡ് ബൈ എന്ന് പറഞ്ഞ് പോവാൻ തുടങ്ങുമ്പോഴേക്കും അരുൺ അവളെ തടഞ്ഞു നിർത്തി. വീട് വിട്ട് പോവാൻ പറ്റില്ലെന്ന് പറയുമ്പോഴേക്കും എന്നെ വിടാതെ പിടിച്ചു വെച്ചാ നിങ്ങളെ കൊന്നിട്ടായാലും ഞാൻ ഇവിടുന്ന് പോകുമെന്ന് നിധിയും പറയുന്നുണ്ട്. ഇത് കേൾക്കെ ഹേമയും അവൻ നിന്റെ ചേട്ടനല്ലേ, അവനെ കൊന്നിട്ട് പോകുമെന്ന് പറയുന്നു. അവനോട് നിനക്ക് ഇത്തിരി പോലും സ്നേഹമില്ലെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങുമ്പോൾ അച്ഛൻ അവിടില്ല, നിങ്ങൾ വന്നില്ലായിരുന്നോ? ഞാനന്ന് സ്റ്റേജിൽ കയറി നിന്ന് എന്റെ സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞതല്ലേ. സ്കൂളിലും കോളേജിലുമെല്ലാം ഞാൻ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് മാർക്ക് വാങ്ങണം, റാങ്ക് വാങ്ങണം, അത് നമ്മുടെ കുടുംബത്തിന് അഭിമാനമാകുമെന്ന് നിങ്ങൾ എന്തിനാ പറഞ്ഞത്? യൂണിവേഴ്സിറ്റിയിൽ റാങ്ക് വാങ്ങി വന്നപ്പോൾ എന്റെ മോൾ റാങ്ക് വാങ്ങിയെന്ന് തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ അന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അന്ന് കോളേജിൽ നിന്ന് ഗോൾഡ് മെഡൽ വാങ്ങിയപ്പോൾ എന്തിനാ നിങ്ങൾ കൈയടിച്ചത്? എന്നിട്ട് അച്ഛൻ ആ സർട്ടിഫിക്കറ്റ് തീയിലിട്ട് നശിപ്പിച്ചപ്പോ നിങ്ങൾ ഒന്നും മിണ്ടാതെ നോക്കി നിന്നു. നിങ്ങളൊക്കെ ഒരു പെറ്റമ്മയാണോ? അന്ന് നിങ്ങൾ കൈയടിച്ച് ഞാൻ വാങ്ങിച്ച ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിപ്പോ തീയിലെരിഞ്ഞ് ചാമ്പലായിരിക്കുന്നു. അതും നിങ്ങളുടെ സ്നേഹമാണോ? എല്ലാവരും കൂടി ചേർന്ന് എന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞത് തന്നെയാ. നിധി ഇനി നിങ്ങൾക്ക് ആരുമല്ല. ഒരു കാലത്ത് ഞാൻ നല്ല ജീവിതം നയിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റോർത്ത് പശ്ചാത്തപിച്ച് എൻ്റെ അടുത്ത് വരുന്ന ഒരു കാലം വരും, ഞാൻ വരുത്തും എന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിധി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.